ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇത് നമുക്ക് പൊട്ടറ്റോ ബജി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണിത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റും ഉള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പം ഒരുപാട് തിന്നായിട്ട് മുറിക്കേണ്ട, ഈ രീതിയിൽ കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജി തയ്യാറാക്കാൻ പറ്റും. ഇനി ഇത് മുക്കി വറുക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുക്കാം. 1 കപ്പ് കടലമാവിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി വറുത്തതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, അത് 1/2 ടീസ്പൂൺ എടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതും 1/4 ടീസ്പൂൺ ഇടാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അയമോദകമാണ്. അയമോദകം ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്, അത് 1/4 ടീസ്പൂൺ. പിന്നെ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് ബാറ്റർ ഒന്ന് തിക്കായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള രീതിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഒരുമിച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ലംസ് വെട്ടിയിട്ട് നമുക്കത് പിന്നെ അത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ചൂടാവുമ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഓരോ ഉരുളക്കിഴങ്ങും എടുത്ത് ബാറ്ററിലേക്ക് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ മാവ് മുക്കി ഇടേണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ സൈഡും ഫ്രൈ ആയി വരുന്നതനുസരിച്ച് തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മൾ ബാറ്ററിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അളവ് ശ്രദ്ധിക്കണം. അതുപോലെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോഴുള്ള കനത്തിലും ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രമേ അതിനകത്തുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ തിരിച്ചും ഇടാം. അതിന് 2 സൈഡും കുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ബജി തയ്യാറാക്കിയെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. താങ്ക് യു.